ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും ചെയ്യണേ. അപ്പൊ അധികം ഒന്നും പറയണ്ട, ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ലൂ ആണെങ്കിൽ നമ്മളെ സയോനെ അവളെ പേര് വിളിക്കുന്ന ടൈം ഷോക്കായിട്ട് നിൽക്കുന്ന നമ്മളെ സോങ്ങിനെയായിരിക്കെ. സയോ ആണെങ്കിൽ നമ്മളെ ലൂവിനോട് ലാസ്റ്റ് ടൈമായിട്ട് ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകും. എല്ലാം കാണുന്ന ടൈം സോങ് ആണെങ്കിൽ ഒരു പാസ്റ്റ് ആലോചിക്ക്. നമ്മളെ സോങ്ങിനാണെങ്കിൽ ലൂന് ഒരുപാട് ഇഷ്ടമായിരിക്കും. അവളാണെങ്കിൽ അവളെ ബർത്ത്ഡേന്റെ തലേന്ന് നമ്മളെ ലൂനെ വിളിച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഫ്ലവർ കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് ലൂ ആണെങ്കിൽ ഇവളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അതിങ്ങനെ എഗ്രി ചെയ്യുന്നുണ്ടാവില്ല. നമ്മളെ പെണ്ണിന്റെ കാതിൽ നോക്കിയ പാമ്പിന്റെ കാതിൽ ഇതുപോലത്തെ ഇവളെടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഫ്യൂച്ചറിലല്ലോ പ്രസന്റ്, ഈ ഒരു പ്രസന്റിൽ ഇവളാണെങ്കിൽ ഇത് ആലോചിച്ചിട്ട് സങ്കടപ്പെടുന്നുണ്ടാവും ഒരിക്കൽ. അത് മാത്രമല്ല അവനാണെങ്കിൽ ഇപ്പൊ നമ്മൾ സയോന് ഫ്ലവർ കൊടുക്കുന്നതും ഇവള് കണ്ടില്ലേ, അതും കൂടി ആകുന്ന ടൈം ഇവർക്ക് സഹിക്കുന്നുണ്ടാവില്ല. ഇവൾ ഒരേ കരച്ചിലായിരിക്കും. നമ്മൾ കാണുന്നത് ജീന്ന് പാർട്ടിലെ പെണ്ണുങ്ങളാണെങ്കിൽ ജിന്നിനെ കാണാൻ വരുന്നതായിരിക്കും. സംഭവം എന്നാ ഈ ഒരു പെണ്ണുങ്ങളെ ആ ഒരു കമ്പനിയിലേക്ക് നമ്മൾ സയോനെ വിളിച്ചിട്ട് അവൾ വന്നിട്ടില്ലല്ലോ. ഇനി ഈ ഒരു പെണ്ണ്, അതായത് ഈ ഒരു ജിന്നിനെ എങ്ങനെയെങ്കിലും ആ ഒരു കമ്പനിയിൽ ചേർക്കാനായിരിക്കും ഈ ഒരു ജീന്ന് പാർട്ടിലെ പെണ്ണുങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. ആ പെണ്ണുങ്ങളാണെങ്കിൽ എന്തല്ലോ കുരുട്ടത്തരം നമ്മളെ ജിന്നിനോട് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. പക്ഷേ നമ്മളെ ജിന്നിന്റെ മുഖം കാണുമ്പോൾ മനസ്സിലാകും ജിന്നാണെങ്കിൽ കൊന്നാലും ആ ഒരു കമ്പനിയിൽ പോകൂല എന്നുള്ള കാര്യം. നമ്മളെ ലൂന്റെ കമ്പനിയും കാട്ടി ഹൈ സാലറി ഒക്കെ പ്രൊവൈഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ ജിന്ന് അതിനൊന്നും സമ്മതിക്കുന്നുണ്ടാവില്ല. നമ്മളെ യുവാൻ ആണെങ്കിൽ അവന്റെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈം അവിടത്തേക്ക് ഒരു പെണ്ണ് വരുന്നുണ്ട്. അവർക്ക് അവനാണെങ്കിൽ ടോങ് ആണെന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന ടൈം ഇവനോട് ക്രഷുള്ള ഒരു സ്റ്റാഫ് പെണ്ണായിരിക്കെ. അവളോടാണെങ്കിൽ ടോങ് എടുത്തു എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ടോങ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ലീവാണ്. അവളിങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് എവിടത്തേക്ക് പോകുന്നുണ്ട്. അതുമാത്രമല്ല അവൾ ഭയങ്കര ഹാപ്പിയായി എന്നും കൂടി പറയുന്നുണ്ട്. അവർക്ക് ഇതെല്ലാം കേൾക്കുന്ന ടൈം നമ്മളെ യുവാനാണെങ്കിൽ അവിടെ ഇരിപ്പുറക്കുന്നുണ്ടാവില്ല. യുവാന്റെ വിചാരം നമ്മളെ ടോങ് വേറെ ഏതോ ഒരു ഡേറ്റിങ്ങിന് പോകുന്നതായിട്ടാ തോന്നുന്നത്. നമ്മളെ യുവാനാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ടോങ്ങിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫോളോ ചെയ്തിട്ട് പോകുന്ന ടൈം നമ്മളെ ടോങ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കെ അവൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയേണ്ടിയിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ ഇതുപോലെ ഒളിച്ചു നിൽക്കുന്നുണ്ടാവും. എങ്ങനാ നമ്മളെ സോങ് ആണെങ്കിൽ പൂച്ച കണ്ണടിച്ച് പാല് കുടിക്കുന്ന പോലെ ഒളിച്ചിട്ടില്ലേ, അതുപോലെ തന്നെയായിരിക്കും യുവാന് ഒളിച്ചു നിൽക്കുന്നുണ്ടാവും. ഇവര് രണ്ടാളും മണ്ടന്മാരാന്നാ തോന്നുന്നത്, എനിക്കറിയില്ല. നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ സൗന്ദര്യം ഇങ്ങനെ മിററിൽ നോക്കുന്ന ടൈം അതിലോട്ട് നമ്മളെ ചെക്കനെയും കാണുന്നുണ്ടാവും. അവനെ കണ്ടെന്ന് ഉറപ്പിച്ച പാട് അവൻ്റെ ഇത്ര വണ്ണുള്ള ഇല എടുത്തിട്ട് അവന്റെ മുഖം മറക്കുന്നുണ്ടാവുമായിരിക്കും. ഇതുപോലത്തെ ഓരോരോ മണ്ടത്തരങ്ങൾ ആണെങ്കിൽ അവനെ കണ്ടുപിടിച്ചല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ടാവും. ഇവള് 100 ചോദ്യങ്ങൾ ചോദിക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ അതിനെല്ലാം ഉഡായിപ്പായിട്ടുള്ള ആൻസർ പറയും. നമ്മളെ പെണ്ണിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടാവും. അവള് മനസ്സിൽ പറയും ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നും ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി ഇങ്ങനെ കൊഴിയാൻ തുടങ്ങും. ഒരു മുടി വരെ പോകുന്നത് എനിക്ക് അത്ര കഷ്ടപ്പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ദേഷ്യം പിടിക്കൂലെന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന ടൈം അവള് പറയാൻ കൂട്ടാക്കൂലെ. നോക്കുന്ന ടൈമായിരിക്കും ഇവർ അന്ന് രക്ഷിച്ച ഒരു ചെക്കനില്ലേ, ഒരു അമ്മേന്റെ അടി കിട്ടുന്ന ടൈം ആ ഒരു ചെക്കൻ ഇവളെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിൽ ചോദിക്കും നീ ഇവനെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും അതിനെന്നെയാന്ന് വന്നത്. ഇവനാണെങ്കിൽ അന്ന് വിളിച്ചിട്ട് പറഞ്ഞിന് അമ്മേനെ ഇങ്ങനെ പോലീസിനൊന്നും കൊടുക്കല്ലാന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഒരു ഡിഫെൻഡ് ചെയ്യുന്ന ക്ലാസ്സില്ലേ, നമ്മളെ നാട്ടിലത്തെ കരാട്ട കളരി അതുപോലത്തെ സംഭവം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ക്ലാസ്സിന് ഇവനെ ചേർക്കുക. അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇവന് തന്നെ ഡിഫെൻഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ ഇവനെ ചേർത്തിനെന്ന് പറയും. അപ്പൊ ഇതെല്ലാം കാണുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ കുശുമ്പുണ്ടാവുമായിരിക്കും. കാരണം ഇവനെയും കാട്ടി കൂടുതൽ ഈ ഒരു കുഞ്ഞിച്ചക്കനെ സ്നേഹിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ യുവാനാണെങ്കിൽ നീ എന്തിനാ ഇവനോട് ഇത്ര നൈസ് എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റുകൾ നടക്കുന്നുണ്ട്. ആ തെറ്റുകളെല്ലാം നമുക്ക് പോയി തിരുത്താൻ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന തെറ്റുകൾ നമ്മൾ തിരുത്തിയിട്ട് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നൊക്കെ പറയും. നമ്മളെ കുഞ്ഞു മോനാണെങ്കിൽ വിശക്കുന്നത് കൊണ്ട് തന്നെ ഇവര് രണ്ടാളും ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈം അവരെ പിന്നാലെ തന്നെ യുവാനും പോകുന്നുണ്ടാവും. ആ ഒരു കുഞ്ഞിച്ചക്കനാണെങ്കിൽ അവന് വേണ്ട ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയിട്ട് കളിക്കുന്നുണ്ടാവും. ഇതേ ടൈമായിരിക്കും നമ്മളെ യുവാനാണെങ്കിൽ എന്തെല്ലോ ആലോചിച്ചിട്ട് കഴിച്ചോട് നിൽക്കുന്നുണ്ടാവുക. അവിടെയുള്ള ചിക്കൻ പീസ് മൊത്തം ഇവൻ ഒറ്റക്ക് തിന്ന് തീർക്കുന്നുണ്ടാവും. നമ്മളെ ടോങ്ങിനാണെങ്കിൽ ഇവൻ ഇതെന്നാ പറ്റിയെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. പെട്ടെന്ന് അവനാണെങ്കിൽ പറയും ഞാൻ നിന്നെ ഇപ്പം അല്ല മുന്നേ കണ്ടുമുട്ടണേനൊന്ന് പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ ഇവനാണെങ്കിൽ ഇവളോട് ഇവന്റെ ഇഷ്ടം തുറന്ന് പറയാൻ പോകുന്നതായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. അത് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ഇവനാണെങ്കിൽ ഇവന്റെ അമ്മേനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ ഉറപ്പിച്ച് ഇവനാണെങ്കിൽ
ആണെങ്കിൽ ഇവന്റെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതാണ്, ഇവന്റെ ഇഷ്ടം തുറന്ന് പറയാൻ പോകുന്നതെന്ന്. പക്ഷെങ്കിൽ അതായിരിക്കില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ചെക്കന് എന്തോ ഒരു ട്രോമ ഉണ്ടായിരുന്നു, ആ ഒരു ട്രോമ ആയിരിക്കേ പറയുന്നുണ്ട്. അപ്പൊ ഇവന്റെ അമ്മയാണെങ്കിൽ നല്ലൊരു ഡാൻസർ ആയിരുന്നു. പക്ഷെങ്കിൽ ഒരു അമ്മ എന്നുള്ള സ്ഥാനത്തിൽ ഒരിക്കലും അമ്മ എന്താ പറയാ നല്ലൊരു അമ്മ ആയിരുന്നില്ല. ഇവനെയാണെങ്കിൽ എപ്പോഴും ചീത്ത പറഞ്ഞോട് നിൽക്കും. അതെങ്ങനെ കുറച്ചു നേരം സ്നേഹിക്കുക, അപ്പാട് തന്നെ മൂഡ് മാറിയിട്ട് വേറെ ഏതെങ്കിലും ഒരു മൂഡിലേക്ക് പോകും. അത് മാത്രമല്ല ഇവനിങ്ങനെ വൃത്തിയിൽ നിൽക്കണമെന്ന് ഇവന്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ ഡെയിലി ഓരോ കാര്യങ്ങൾ വൃത്തിയുണ്ടോ നോക്കിയിട്ട് പേടിച്ചിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. അച്ഛനോട് ഒരു കാര്യം പറയാന്ന് വെച്ചാൽ അച്ഛനെപ്പം അമ്മേനെ മാത്രമായിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക, ഇവനെ സപ്പോർട്ടേ ചെയ്തിട്ടുണ്ടാവില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ഇവളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ എന്താ പറയുക നിന്നെ ഞാൻ മുന്നേ പരിചയപ്പെടേണ്ടതായിരുന്നു. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ അമ്മയുള്ള ടൈം ഇവളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവളാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അമ്മേനെ ഉപദേശിച്ചു കൊടുക്കുമല്ലോ, അതായിരിക്കും ഇവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് മാത്രമല്ല എപ്പം ഇവനാണെങ്കിൽ ഇവളോട് ഒരു സ്ഥലത്ത് നിർത്താൻ പറയില്ലേ, അതിന്റെ കാരണം അമ്മ പറയുന്നുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇവനും ഇവന്റെ അമ്മയും കൂടിയിട്ട് അവിടെ നിന്നാണെങ്കിൽ പട്ടം പറത്തിയിട്ടുണ്ടാവുക. ഇവനാണെങ്കിൽ ഇവന്റെ അമ്മേനെ പേടിച്ചിട്ട് അമ്മേന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പട്ടം എടുത്തിട്ട് ഓട്ടായിരിക്കും. ഇവന്റെ അമ്മയാണെങ്കിൽ ഇവന്റെ പേര് വിളിച്ചിട്ട് കരയുന്നതൊക്കെ ഇവൻ കേൾക്കുന്നുണ്ടാവുക. പക്ഷെങ്കിൽ ഇവനാണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് ഓടിത്തരിക്കും. പക്ഷെങ്കിൽ ഒരു നിമിഷത്തിൽ അവൻ വിചാരിക്കും അവന്റെ അമ്മക്ക് അവനോട് സ്നേഹമുള്ളത് കൊണ്ടായിരിക്കും അമ്മ അവനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവുക, തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് അവൻ അവന്റെ അമ്മേന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ടാവുക. ഫസ്റ്റ് അമ്മ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി സെക്കൻഡ് കഴിയുമ്പം അമ്മയാണെങ്കിൽ അവനെ അടിച്ചിട്ടുണ്ടാവുക. ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവൻ കരഞ്ഞോട് നിൽക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവനെ ഹഗ് ചെയ്യുക. അവനാണെങ്കിൽ ചോദിക്കും നീ ഇപ്പോൾ ഉള്ള പോലെ തന്നെ പണ്ടും എൻ്റെ കൂടെ ഉണ്ടാകും എന്നൊന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, നീ പേടിക്കേ വേണ്ടെന്ന് പറയേ. ഇത് കേൾക്കുന്ന ടൈം അവനാണെങ്കിൽ എന്ത് ചെയ്യും അവളെ ഹഗ് ചെയ്യുക. എന്നിട്ട് അവനാണെങ്കിൽ പറയും കുറച്ച് ടൈം ഞാൻ ഇങ്ങനെ നിന്നെ ഹഗ് ചെയ്തുകൊണ്ട് നിന്നോട്ടെ, ധൃതിയൊന്നും നീ എന്നെ ഹഗ് ചെയ്യേണ്ട, ഞാൻ നിനക്ക് വേണമെങ്കിൽ എക്സ്ട്രാ സാലറി തരാമെന്ന് പറയുന്നുണ്ടാവും. പാവം നമ്മളെ ചെക്കൻ അവന്റെ സങ്കടം അവൻ ഇപ്പായിരിക്കും ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. പക്ഷേങ്കിൽ നമ്മളെ പെണ്ണിന്റെ മൈൻഡിൽ എന്തായിരിക്കും ഉണ്ടാകുന്നതെന്ന് അറിയാം, ഇവനോട് ഇപ്പൊ ഒരു സിമ്പതി ഉണ്ടാവില്ലേ, ആ ഒരു സിമ്പതി ഒരു പ്രണയമായിട്ട് മാറും എന്നുള്ളൊരു പേടിയുണ്ട്. അവളാണെങ്കിൽ അവളോട് തന്നെ വേക്കപ്പ് ചെയ്യ് അതൊന്നും തിങ്കാക്കണ്ടെന്ന് പറയും. ഒരു സിമ്പതി ഒരു പ്രണയം തുടങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇവൾ ഇതിങ്ങനെ തിങ്കാക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം, നിനക്ക് എൻ്റെ അമ്മയാകാനുള്ള എല്ലാ കഴിവുണ്ട്, പക്ഷേങ്കിൽ എൻ്റെ അച്ഛനാണെങ്കിൽ വയസ്സായിപ്പോയി, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റുള്ളല്ലോ അതൊന്ന് പറയാൻ. നമ്മളെവണ്ണാണെങ്കിലും മനസ്സിൽ വിചാരിക്കും കള്ള പന്നി ഞാൻ നിന്റെ ലവറായി പോകുമെന്ന് പേടിച്ച് നിൽക്കുന്ന ടൈമാണ് നീ നിന്റെ സ്റ്റെപ്പ് മദർ ആകാണ്ടിട്ട് എന്നെ വിളിക്കുന്നു, ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അത് അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകുന്നുണ്ടാവും. നമ്മളെ യുവാന്റെ ഒരു കോമഡി. അതുപോലെ തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ സ്വപ്നം കാണുന്നുണ്ടാവും നമ്മളെ യുവാന്റെ സ്റ്റെപ്പ് മദറായിട്ട് വന്നിട്ട് നമ്മളെ യുവാനാണെങ്കിൽ ഫ്ലേർട്ട് ചെയ്തിട്ട് അവളെ വലയിൽ വീഴ്ത്തുന്നതൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ പെണ്ണിന് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അവളാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ടാവും. ജി ഇല്ലേ, ആ ഒരു ജി ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ കണ്ടിട്ടും കൺവിൻസ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. നമ്മളെ പെണ്ണിന് ഭയങ്കര ഹൈ സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെങ്കിൽ നമ്മളെ സയോ സമ്മതിച്ചനോ ഇല്ലേ എന്നിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്ന ടൈമായിരിക്കും ലൂ ആണെങ്കിൽ അവളെ പിന്നിലൂടെ വന്നിട്ട് ഇതുപോലെ പിടിക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ പണ്ടാണെങ്കിൽ തട്ടിക്കാരി തന്നെ, പക്ഷെങ്കിൽ ഇപ്പൊ അവളൊന്നും പറയുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ ഇവളെ ഡിന്നറിനെ വിളിക്കാനായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെങ്കിൽ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നൈറ്റ് എനിക്കിങ്ങനെ ലൈവ് ഉണ്ട്, പുറത്താണെങ്കിൽ എനിക്ക് ഇന്റർനെറ്റ് കിട്ടൂല, ഇതിനുള്ളിൽ വൈഫൈ ഇല്ലേ, അതുകൊണ്ട് എനിക്ക് ഡിന്നറിന് വരാൻ പറ്റൂല എന്നായിരിക്കും പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ചെക്ക സമ്മതിക്കുന്നേ ഉണ്ടാവില്ല. നോക്കുമ്പോൾ എന്നായിരിക്കും അവൾ ലൈവ് ചെയ്യുന്ന ടൈം ഇവനാണെങ്കിൽ അവളെ മുന്നിലായിരിക്കും. അങ്ങനെ ലൈവ് സ്റ്റാർട്ട് ചെയ്യേ. ഇതുവരെ ഇവളെ ലൈവിനാണെങ്കിൽ നെഗറ്റീവ് കമന്റ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. പക്ഷെങ്കിൽ ഇന്നാണെങ്കിൽ മൊത്തം നെഗറ്റീവ് കമന്റ് ആയിരിക്കും. ആരാ ഇടുന്നത്, എവിടുന്ന ഇടുന്നത് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവളെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരില്ലേ അതിൽ ആരോ ഒരാൾ ഇവളെ വൈഫിന്നും വിളിക്കുന്നുണ്ടാവും. ഇതെല്ലാം കാണുമ്പോൾ നമ്മളെ ലൂനാണെങ്കിൽ ദേഷ്യം പിടിക്കും. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ സയോ ആണെങ്കിൽ സോങ്ങിനെ കാണാൻ പോകുന്നതായിരിക്കും. സോങ് ആണെങ്കിൽ എന്തെങ്കിലും പണി പറ്റിച്ചെന്ന് വിചാരിച്ച് നോക്കുന്ന ടൈം മൂപ്പറാണെങ്കിൽ ഈ ഒരു നാട് വിട്ടിട്ട് പോകുന്നതായിരിക്കും. അവർക്ക് ഓൾറെഡി പുറത്തുനിന്നൊരു ഓഫർ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെങ്കിൽ ലൂനോടുള്ള ഇഷ്ടം കൊണ്ട് ഇവിടെ തന്നെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ എവിടെയും പോകാണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഇപ്പം ആണെങ്കിൽ സയോ വന്ന് ലൂവിനെ എനിക്ക് കിട്ടാനും പോകുന്നില്ല, അതുകൊണ്ട് അവൾ പോകുന്ന എന്നുള്ള കാര്യം നമ്മളെ പെണ്ണിനെ അറിയിക്കേണ്ടിയിട്ടായിരിക്കും അവൾ വന്നിട്ടുണ്ടാവുക. അത് മാത്രമല്ല നമ്മളെ പെണ്ണ് സയോ ആണെന്നുള്ള കാര്യം നമ്മളെ സോങ്
പറഞ്ഞെന്നുള്ള കാര്യം അവളാണെങ്കിൽ സയോനോട് പറയുന്നുണ്ടാവും. ഇത് മാത്രമല്ല നമ്മൾ സോങ് ആണെങ്കിൽ കരയുന്നുണ്ടാവും. ഒരിക്കൽ അവളാണെങ്കിൽ പറയും, നീ ഇപ്പൊ സയോ എന്നെന്ന് അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. അന്നത്തെ ആ ഒരു ദിവസം എനിക്ക് ആകെ നിന്നോട് പറയേണ്ടത്, നീ ഒരു ഓർഡിനറി ഗേൾ ആണ്, നിനക്കൊരിക്കലും ഹൈപ്പായിട്ടുള്ള ആ ഒരു ലൂനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രമാണ്. അത് മാത്രമല്ല ആ ഒരു ഫേക്ക് ഫാമിലിനെ കൊണ്ടും അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെങ്കിൽ നീ ഇങ്ങനെ കടലിൽ വീകുന്നോ, നീ മരിച്ചു പോകുന്നോ ഒന്നും ഞാൻ തിങ്ക് ആക്കിയിട്ടില്ല. ഇത്ര കാലം ഓരോ രാത്രിയും അത് ആലോചിച്ച് ഞാൻ കഴിയുന്നായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം എനിക്ക് നല്ലൊരു സമാധാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ കരഞ്ഞോട് നിൽക്കുകയെ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല, നിന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എൽസിന് കാണിച്ചു കൊടുത്തതിന് അവൾക്കത് ഒരുപാട് ഇഷ്ടമായിരുന്നു പറയും. അപ്പോൾ സോങ് ആണെങ്കിൽ ചോദിക്കും, അപ്പോൾ ആ ഒരു ഡ്രസ്സൊന്നും നീ അല്ലേ ഡിസൈൻ ചെയ്തതെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ പെണ്ണ് എല്ലാന്ന് പറയേ. ഇതെല്ലാം കേൾക്കുന്നേരം നമ്മളെ സോങ്ങിനും സന്തോഷമാകും. കാരണം അവളെ ഡിസൈന് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു പെണ്ണ് കണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷം. ഇവളോടും സംസാരിച്ചിട്ട് നടന്നു പോകുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ സോങ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. അവർക്ക് അവളാണെങ്കിൽ പറയും, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വിചാരിച്ചത് ലൂന നിന്നെ അത്ര വലിയ ഇഷ്ടമൊന്നും അല്ലാന്ന്, പക്ഷെങ്കിൽ ഓരോ നിമിഷം അവൻ നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഇത്ര കാലം നീ ഇല്ലാണ്ടായിട്ട് കൂടി അവനാണെങ്കിൽ നിന്നെ കൊണ്ട് മാത്രമാണ് തിങ്കാക്കിയത്. ഞാൻ വിചാരിച്ച അവനെ എനിക്ക് വേണം, അതിന് നീ ഇങ്ങനെ പോകണം എന്നായിരുന്നു. പക്ഷെങ്കിൽ അങ്ങനെയല്ല, ആര് പോയാലും നിന്റെ സ്ഥാനത്ത് അവൻ വേറെ ആരും കൊണ്ടുവരൂല, അവന് നിന്നെ അത്ര ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സോങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടത്തിൽ നടക്കുന്ന നമ്മളെ സയോനെയായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. കാരണം ഇത്ര കാലം സയോ ആണെങ്കിൽ സോങ്ങിനെ തെറ്റിദ്ധരിച്ചല്ലോ, അതിൽ വലിയ കാര്യമില്ല എന്ന് നമ്മൾ സയോൻ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കാണുന്നത് സിന്നിന്റെ അടുത്ത് വന്നിട്ട് ആ ഒരു ജി ആണെങ്കിൽ, നീ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോന്ന് ചോദിക്കുന്നതായിരിക്കും. സിന്നിന്റെ മറുപടി കാണുന്നുണ്ടാവില്ല. സിൻ അങ്ങനെ വീട്ടിലെത്തുന്ന ടൈം നമ്മളെ പെണ്ണ് അവിടെ ഉണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ, നീ എന്താ സിൻ ഇത്ര നേരത്തെ വന്നതെന്ന് ചോദിക്കുന്ന ടൈം സിന്നാണെങ്കിൽ ഈ ഒരു ജീനെ കണ്ട കാര്യം പറയുന്നുണ്ടാവില്ല. അവൾ ആ ഒരു കാര്യം മറക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുരുട്ടത്തരം വരാനിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ടോപ്പിക്ക് മാറ്റിയിട്ട് നമ്മളെ സോങ്ങിനെ കൊണ്ടും ലൂനെ കൊണ്ടൊക്കെ ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ സയോനോട് പറയും, എന്തോ ഒരു ചൈനീസിന്റെ പ്രോഗ്രാം വരാനിരിക്കുന്നുണ്ട്, അതിന്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യണം, അതൊക്കെ ഇട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സയോനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകും. പിന്നെ നമ്മൾ കാണുന്നത് ആ ഒരു പ്രോഗ്രാമിങ്ങിനാണ് നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതായിരിക്കും. അവളിങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്, ഒരു ലൈവ് സ്ട്രീമിംഗ് കമ്പനി ആയിരിക്കും. ഇതായിരിക്കും ആ ഒരു ജി ഇല്ലേ ആ ഒരു പെണ്ണിന്റെ കമ്പനി. ആ ഒരു കമ്പനിയിലത്തെ ലൈവ് സ്ട്രീമർ ആയിട്ടുള്ള നാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഈ ഒരു നാനാണെങ്കിൽ ഒടുക്കത്തെ അഹങ്കാരം എന്ന് വെച്ചാൽ ഒടുക്കത്തെ അഹങ്കാരമായിരിക്കും. നമ്മളെ പെണ്ണിനെ കാണുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഈ ഒരു നാനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഇൻഡയറക്റ്റ് ആയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുക. എന്നിട്ട് അവക്കാണെങ്കിൽ നമ്മൾ സയോ ഇരിക്കുന്ന അതേ സീറ്റിൽ ഇരിക്കണമായിരിക്കും. ഇതേ ടൈം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പറയും, ഈ ഒരു റിമൂ എന്ന് പറഞ്ഞ മാഡത്തിന് ഇവിടെ തന്നെ ഇരിക്കണം, നമ്മൾ എന്നാ ചെയ്യുമെന്ന് ചോദിക്കുക. അപ്പൊ റിമൂ എന്നുള്ള പേര് കേൾക്കുന്ന ടൈം ഞാനാണെങ്കിൽ കുറച്ച് അടങ്ങുന്നുണ്ടാവും. കാരണം നമ്മളെ സയോ ആണെങ്കിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നത് റിമൂ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരാളെ പേരിലാണല്ലോ, അതുകൊണ്ടായിരിക്കും അവളെ പേര് കേൾക്കുന്ന ടൈം ഞാനാണെങ്കിൽ കുറച്ച് അടങ്ങുന്നുണ്ടാവുക. പക്ഷേ നമ്മളെ സയോ ആണെങ്കിൽ അവിടുന്ന് എണീച്ചു കൊടുക്കുക. അവൾക്ക് അടി കഴിയാനൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് വരുന്ന സമയമാകും. പെണ്ണാണെങ്കിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നുണ്ടാവുക. അവളെ ചുറ്റുമാണെങ്കിൽ ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും. അത് മാത്രമല്ല നമ്മളെ പെണ്ണിന്റെ ബ്രദർ ആയിട്ടുള്ള മൈക്കില്ലേ, അവനും അവിടെ ഉണ്ടാവുമായിരിക്കും. ഇനി മൈക്ക് എന്തെങ്കിലും കുരുട്ടത്തരം ഒപ്പിച്ചു വെക്കുക വിചാരിച്ചതുപോലെ തന്നെ ആയിരിക്കുക. അതിലൊരു റിപ്പോർട്ടർ ആണെങ്കിൽ പറയും, ഇവളിങ്ങനെ ഹെൽസിനല്ല, ഇവളിങ്ങനെ ഹെൽസിന്റെ പേര് യൂസ് ചെയ്യുന്നതാണ്, ഇവൾ വേറൊരു പെണ്ണാണ്, വോക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇവക്ക് ഹയർ പൊസിഷൻ കിട്ടേണ്ടിയിട്ടായിരിക്കും ഇവളിങ്ങനെ ഹെൽസിന്റെ പേര് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ കുറ്റപ്പെടുത്തി കൂടി നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ഇത് കേട്ടിട്ട് ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ മൈക്കാണെങ്കിൽ ടെൻഷൻ ആകുകയല്ലേ വേണ്ടത്. പക്ഷെങ്കിൽ അവന്റെ മുഖത്ത് ഒരു സന്തോഷമായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ ഇതൊക്കെ പ്ലാൻ ചെയ്തത് ഈ ഒരു മൈക്കായിരിക്കും. എന്നിട്ട് ഈ ഒരു റിപ്പോർട്ടർ ആണെങ്കിൽ ചോദിക്കും, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സത്യം കാണാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഷോക്ക് ആവുന്നുണ്ടോ അവർക്ക്. പക്ഷെങ്കിൽ എന്നാലും മറുപടി കൊടുക്കേണ്ടതെന്നുള്ള രീതിയിൽ അവൾ മറുപടി കൊടുക്കാൻ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. അവൾ എന്നായിരിക്കും മറുപടി കൊടുക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് രണ്ടും ഒന്ന് ചെയ്യണം. ഞാൻ എപ്പോൾ പറയുന്നത് പോലെ തന്നെ കുറച്ചധികം തിരക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് കഴിയുമ്പോൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റാത്തത്. എല്ലാവരോടും സോറി ചോദിക്കുന്നത്. അധികം ഒന്നും പറയാണ്ട്